ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മൂക്കുരു മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. ആ 3 ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ്, റെറ്റിനോൾ. അപ്പൊ ഇത് മൂന്നും എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്, ഇത് മൂന്നും ആർക്കൊക്കെയാണ് നല്ലതെന്ന്, ഇത് മൂന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്നും, പിന്നെ ഏതൊക്കെ ഫോർമുലേഷനിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാം. നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ അത് AHA, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്. ഇതൊരു ഓയിൽ ലവിംഗ് ഫാക്ടർ ആണ്. അതായത് എവിടെയൊക്കെ ഓയിൽ ഉണ്ടോ ഇത് അങ്ങോട്ട് അട്രാക്ട് ആവുന്നൊരു ടൈപ്പ് ആസിഡ് ആണ് സാലിസിലിക് ആസിഡ്. പിമ്പിൾസ് ഉള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്നെ പ്രോൺ സ്കിൻ കൂടുതലായിട്ടും വരുന്നത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കായിരിക്കും. അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്ക്. അപ്പൊ നമ്മൾ ഈ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷോ സിറമോ മാസ്കുകളോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആ സാധനങ്ങളിലുള്ള സാലിസിലിക് ആസിഡ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിലോട്ട് പോകും. അത്രയും ഡീപ്പായിട്ട് പോകാനായിട്ട് ഈ AHAക്ക് പറ്റും. പോയിട്ട് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ അവിടെ ചെന്നിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. മാത്രമല്ല ഉണ്ടായിരിക്കുന്ന ഡെഡ് സ്കിൻ സെൽസിനെയും പിന്നെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോസിനെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും ഈ സാലിസിലിക് ആസിഡ് പറ്റും. ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത്. പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുന്നത്. ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറയുമ്പോഴത്തേക്ക് പോസ് ഒക്കെ ഒന്ന് കുറയുകയും ചെയ്യും, അപ്പിയറൻസ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുണ്ടല്ലോ, അത് കാരണം നമുക്ക് പിമ്പിൾസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് സാലിസിലിക് ആസിഡ് പിമ്പിൾ കൺട്രോളിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി നമ്മൾ സാലിസിലിക് ആസിഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷിന്റെ ഫോമിലാണ്. ഇപ്പൊ നമുക്ക് മൂപ്പരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷിന്റെ ഫോമിൽ സാലിസിലിക് ആസിഡ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു ടീനേജർ ആണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിലും സാലിസിലിക് ആസിഡ് സ്കിന്നിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സ്കിൻ എപ്പോഴും ഓയിലിയോ അല്ലെങ്കിൽ ആഗ്നെ പ്രോണോ അതല്ലെങ്കിൽ കോമ്പിനേഷനോ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ ഡെയിലി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്കിൻ വീണ്ടും ഡ്രൈ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ AHA അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഫോമിംഗ് ടൈപ്പ് എന്നൊക്കെ എഴുതിയ ഫേസ് വാഷിൽ മാക്സിമം ഡ്രൈ സ്കിൻകാരും എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാരും സെൻസിറ്റീവ് സ്കിൻകാരും അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സാലിസിലിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്. അപ്പൊ അത് നമ്മുടെ സ്കിന്നിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ AHAസും അതേപോലെയുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പേർജിങ് ഉണ്ടാക്കാനായിട്ട് അത് റീസൺ ആണ്. അപ്പൊ അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നൈറ്റിൽ ഫസ്റ്റ് ആൾട്ടർനേറ്റ് ചെയ്യുക 1 വീക്കിൽ, നെക്സ്റ്റ് വീക്കിൽ എല്ലാ നൈറ്റിലും യൂസ് ചെയ്യും. ഈ ടൈമിലൊന്നും നമ്മൾ മോർണിംഗിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നില്ല. ഒന്നുകിൽ നമ്മൾ സാധാരണ വാട്ടർ സ്പ്ലാഷ് ചെയ്യും, അതല്ലെങ്കിൽ ഏതെങ്കിലും ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യും. ഇനി 2 ആഴ്ച കൊണ്ട് നമ്മൾ നൈറ്റ് കംപ്ലീറ്റ് സാലിസിലിക് ആസിഡ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം മോർണിംഗ് എടുക്കുക. മോർണിംഗ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മോർണിംഗിൽ ആൾട്ടർനേറ്റ് മോർണിംഗിൽ മാത്രം സാലിസിലിക് ആസിഡ് എടുക്കുക. നൈറ്റ് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം 4th വീക്ക് നിങ്ങൾക്ക് മോർണിംഗ് റെഗുലർ ആയിട്ട് സാലിസിലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാസം കൊണ്ട് സാലിസിലിക് ആസിഡ് സ്കിൻ കെയറിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. നോർമലി ചില ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരാറുള്ളൂ. പക്ഷെ പ്രിക്കോഷൻ ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മോക്കൂർ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലിന് ഒരുപാട് വലിച്ചെടുക്കുന്ന ആളാണ് സാലിസിലിക് ആസിഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മോയിസ്ചറൈസർ, സിറം എന്നുള്ള ഫോമിൽ കിട്ടുന്നതാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കരുത്. ഏതെങ്കിലും ഒന്ന് മാത്രമേ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാവുള്ളൂ. ഒന്നുകിൽ സിറം, അതല്ലെങ്കിൽ ഫേസ് വാഷ്, അല്ലെങ്കിൽ മോയിസ്ചറൈസർ. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഫേസ് വാഷ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിരിക്കും പറയുന്നത് സാലിസിലിക് ആസിഡിന്റെ. കാരണം സിറം ഒന്നും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വീക്കിലേക്ക് മാത്രമേ സിറം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഫേസ് വാഷ് ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിറത്തിന്റെ ഫോമിലാണെങ്കിൽ മറ്റുള്ള ചില ആക്റ്റീവ്സ്, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ റെറ്റിനോളോ ബെൻസോയിൽ പെറോക്സൈഡോ അതല്ലെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതോ ലാക്ടിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ പോലെ ഏതെങ്കിലും ഒക്കെ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. വിറ്റാമിൻ സി ഒഴിച്ച് ബാക്കിയൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറില്ല. സ്റ്റിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ഫേസ് വാഷിന്റെ ഫോമിൽ എടുക്കുന്നതാണ്. ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും സിറം യൂസ് ചെയ്യാം. പക്ഷെ വൺസ് ഇൻ എ വീക്കിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
പർജിങ് വരും. അപ്പൊ ബിഗിനർ ആണെങ്കിലും നിങ്ങൾക്ക് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. 1% വേണം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നല്ലത്. ഡെർമക്കോയിലും മിനിമലിസ്റ്റിലും ഫോക്സ്റ്റെയിലും പിന്നെ ആക്ടേസ്കോളിലും ഒക്കെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡെർമക്കോയിലുണ്ട് 2% സാലിസിലിക് ആസിഡ് സെറം, മിനിമലിസ്റ്റിലും ഉണ്ട് 2% സാലിസിലിക് ആസിഡ് സെറം. അതല്ല നിങ്ങൾക്ക് മാസ്കിന്റെ ഫോമിലാണെങ്കിൽ ഡെർമക്കോയിൽ സാലിസിലിക് ആസിഡ് ഫേസ് മാസ്ക് ഉണ്ട്. അതല്ലെങ്കിൽ ഇത് ഓർഡിനറിയിലും സാലിസിലിക് ആസിഡ് ഫേസ് മാസ്ക് ഉണ്ട്. ഫേസ് മാസ്കും സിറവും ഡെയിലി സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്ത് വീക്ക്ലി വൺസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് സാലിസിലിക് ആസിഡ് സെറം നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ മാത്രമല്ല സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ മോയിസ്ചറൈസർ മസ്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ബെൻസോൾ പെറോക്സൈഡ്. ബെൻസോൾ പെറോക്സൈഡ് എന്ന് വെച്ചിട്ട് ബേസിക് ആന്റിബയോട്ടിക് ആണ്, അതായത് ബാക്ടീരിയ കൊല്ലാൻ കഴിയുന്ന ഒരു സാധനമാണ് ബെൻസോൾ പെറോക്സൈഡ്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ബെൻസോൾ പെറോക്സൈഡ് നമ്മൾ മുക്കുരുവിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്വെറ്റിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ, അതിൽ നമ്മുടെ കാലിന്റെ അടിയിലൊക്കെ സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് ക്രീമോ അതല്ലെങ്കിൽ അതിന്റെ സ്പ്രേയോ സോപ്പോ ഒക്കെ യൂസ് ചെയ്യും. സ്വെറ്റിന്റെ സ്മെല്ല് അല്ലെങ്കിൽ കാലിന്റെ അടിയിലെ സ്മെല്ലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ, അതിനെ കൊല്ലാനായിട്ട് ബെൻസോൾ പെറോക്സൈഡിന് പറ്റും. ബെൻസോൾ പെറോക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മുഖത്ത് നല്ല രീതിയിൽ പിമ്പിൾസ് വരുന്ന സമയത്താണ് നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബെൻസോൾ പെറോക്സൈഡ് കമ്പൈൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യും, വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് വർക്ക് ചെയ്യും. എക്സാമ്പിൾ സാലിസിലിക് ആസിഡിന്റെ കൂടെ, സൾഫറിന്റെ കൂടെ, അതല്ലെങ്കിൽ ക്ലിൻഡാമൈസിന്റെ കൂടെ, അഡാപ്റ്റിന്റെ കൂടെയൊക്കെ നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് മിക്സ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ കൂടെ വേണമെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബേസിക്കലി ഇത് യൂസ് ചെയ്യുന്നത് വൺസ് ഇൻ എ ഡേ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, നൈറ്റ് ടൈം ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോർമോണൽ ആക്നെ എന്ത് ആക്നെ ആണെങ്കിലും ഇത് നമ്മൾ ഇപ്പോൾ ഹോർമോണൽ ആക്നെ ഇൻ ജനറൽ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലുള്ള കെരാറ്റിന്റെ അളവും സെബത്തിന്റെ അളവും കൂട്ടും. അപ്പൊ അത് കാരണം നമ്മുടെ പോസ് ക്ലോഗ് ആയിട്ട് വരും. ബെൻസോൾ പെറോക്സൈഡിനകത്ത് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ഈ സ്ഥലത്ത് നമ്മുടെ പോസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് ഇതിന് കെരാറ്റിനെയൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ സെബത്തിനെ അൺക്ലോഗ് ചെയ്യും. അത് കാരണം അൺക്ലോഗ് ചെയ്യുമ്പോൾ ബാക്ടീരിയക്ക് പിന്നെ നിൽക്കാൻ സ്പേസ് ഇല്ലല്ലോ, ബാക്ടീരിയക്ക് വളരാനുള്ള സ്പേസ് ഇല്ലാണ്ടാവുകയും നമുക്ക് മൂക്കുരു കുറയുകയും ചെയ്യും. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്ട് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് സ്കിന്നിനെ നന്നായിട്ട് ഡ്രൈ ആക്കാനും ഹൈപ്പർ സെൻസിറ്റീവ് ആക്കാനും പിന്നെ ഇച്ചിനെസ്സും റെഡ്നെസ്സും ഒക്കെ ബെൻസോൾ പെറോക്സൈഡിന്റെ കൂടെ ഉള്ള ഫാക്ടറാണ്. അപ്പൊ അങ്ങനെ വരുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ഡെയിലി നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റ് നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്കിൻ എന്തെങ്കിലും പീലിംഗ് വരുന്നെങ്കിൽ ഓൾട്ടർനേറ്റ് നൈറ്റിൽ യൂസ് ചെയ്യുന്നത് നല്ലൊരു രീതിയായിരിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ബെൻസോൾ പെറോക്സൈഡ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനും കൂടിയാണ്. ഇത്ര പെർസെന്റേജ് കഴിയുമ്പോൾ അത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനിലോട്ട് പോകും. അപ്പൊ ഏറ്റവും നല്ലത് 2.5% വരെ നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ 5 അതിന് എബോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ മെഡിക്കേഷന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഗൈഡൻസിന് ഉണ്ടല്ലോ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ കൂടെ എങ്ങനെ ബെൻസോൾ പെറോക്സൈഡ് ഇൻകോപ്പറേറ്റ് ചെയ്യാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതിന് മോർണിംഗ് നൈറ്റിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിൽ യൂസ് ചെയ്യുക. അതിനുശേഷം സ്കിന്നിൽ ബെൻസോൾ പെറോക്സൈഡ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് സ്കിൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. പിന്നെ വിറ്റാമിൻ സി സെറം, ലാക്ടിക് ആസിഡ് സെറം, ഗ്ലൈക്കോളിക് ആസിഡ് സെറം, അഡാപ്റ്റീൻ അല്ലെങ്കിൽ റെറ്റിനോൾ പോലെയുള്ള സാധനങ്ങൾ ഒരിക്കലും ബെൻസോൾ പെറോക്സൈഡിന്റെ കൂടെ യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവാനായിട്ടുള്ള കാരണം കൂടുതലാണ്. ഇൻ ജനറൽ ആയിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മൂക്കുരു ഉള്ളപ്പോഴത്തേക്ക് ഈ പറയുന്ന ഏതിലും റെറ്റിനോൾ ഒഴിച്ച് ബാക്കി ഒരു ഇൻഗ്രീഡിയൻറ്റും സ്കിൻ കെയറിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് ആ മൂക്കുരു മാറാനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം സ്കിൻ കെയറിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് മൂക്കുരു പോകാനായിട്ട് പിന്നെ നമുക്ക് മറ്റുള്ള പാടുകളിനെ പറ്റി സ്കിൻ ബ്രൈറ്റ്നസിനെ ഒക്കെ പറ്റി ആലോചിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തൊരു കൗണ്ടർ പോയിന്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ പാടില്ല. പ്രഗ്നൻസിയുടെ ടൈമിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡ് പ്രഗ്നൻസിയുടെ സമയത്ത് ലാക്ടേഷന്റെ സമയത്തൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി എല്ലാ ഏജ് ഗ്രൂപ്പ്, ടീനേജ് തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ബെൻസോൾ പെറോക്സൈഡ് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം. ബെൻസോൾ പെറോക്സൈഡ് സോപ്പിന്റെ രീതിയിലും കിട്ടും. അത് നിങ്ങൾക്ക് ബോഡി വാഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ബേക്ക് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ. റെറ്റിനോളിനെ പറ്റി പറയുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. റെറ്റിനാൾ അതല്ലെങ്കിൽ നിങ്ങൾ അഡാപ്റ്റീൻ, ട്രിറ്റിനോയിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളെല്ലാം ഒരു വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്ന സാധനങ്ങളാണ്. ഇതിനകത്ത് റെറ്റിനോളും റെറ്റിനാൾഡിഹൈഡ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഓൺലൈനിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം. മറ്റേ അഡാപ്റ്റീൻ എന്ന് പറയുന്നതും ട്രിറ്റിനോയിൽ എന്ന് പറയുന്നത്
സ്ട്രിക്ട്ലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ വാങ്ങിക്കേണ്ട സാധനമാണ്. പക്ഷെ മോക്കുരുവിന് വേണ്ടി ഏറ്റവും അബ്യൂസീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സാധനമാണ് അഡാപ്റ്റീനും ട്രെറ്റിനോയിനും. അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ അഡാപ്റ്റീൻ ആയിക്കോട്ടെ ട്രെറ്റിനോയിൻ ആയിക്കോട്ടെ, ഈ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പാരസെറ്റാമോൾ വാങ്ങിക്കും, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമ്മൾ വാങ്ങിക്കുന്ന രണ്ട് ക്രീമുകളാണ് മോക്കുരുവിന് വേണ്ടിയിട്ട്, ട്രെറ്റിനോയിനും അഡാപ്റ്റീനും. മോക്കുരു ഉണ്ട് ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇതെടുത്ത് തരും. ഇതെന്ന് വെച്ചാൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ റീസൺസ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റെറ്റിനോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് തരും. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്കിൻ ഡ്രൈനിങ്ങോ സ്കിൻ പീലിങ്ങോ ഒന്നും അല്ല, നല്ല രീതിയിൽ മോക്കുരു വരും. മാത്രമല്ല ഇത് പ്രോപ്പർ ആയിട്ടല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ സ്കിൻ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആവും. പിന്നെ മുഖത്തിന്റെ ഒരു ലെയർ ഓഫ് സ്കിൻ തന്നെ നമുക്ക് ഇളകി പോകുന്നതായിട്ട് ഫീൽ ആവും. സൺബേൺ, സൺ ഡാമേജസ് ഒക്കെ വരും. സ്കിൻ പ്രോപ്പർലി പറയുകയാണെങ്കിൽ നല്ല ലിറ്ററലി സ്കിൻ ബാരിയർ ഡാമേജിലോട്ട് നമ്മൾ എത്തും. അതുകൊണ്ടാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം സ്കിന്നിന്റെ തിക്നെസ്, നമ്മളുടെ ഏജ് എല്ലാം അതിന് ഫാക്ടറാണ്. നോർമലി ഇൻ ജനറലി ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ട് യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത്, ഇതാണ് കറക്റ്റ് വേ. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയി കണ്ടിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ മെയിൻലി നമ്മൾ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല നിങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എങ്കിലും ഫോളോ അപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എക്സ്ട്രീംലി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്നതിന് മുന്നേ ഓടുക എന്ന് പറയുന്ന രീതിക്കാണ് നമ്മൾ ഇത് രണ്ട് ട്രെറ്റിനോയിനായാലും അഡാപ്റ്റീനായാലും നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ അപ്പൊ അത് ഇപ്പൊ നമ്മൾ നടക്കുന്നതിന് മുന്നേ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വീഴും ഉറപ്പ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും ചാൻസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് ഡെയിലി എല്ലാ നൈറ്റും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് വീക്കിലി 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ഒക്കെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചില ആൾക്കാർക്കാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യണം. ചില ആൾക്കാർക്ക് സാൻഡ്വിച്ച് മെത്തേഡിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, അതിനുശേഷം ഈ അഡാപ്റ്റീൻ അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ, വീണ്ടും മോയ്സ്ചറൈസർ, അങ്ങനെയൊക്കെ പല പല രീതിയിൽ വേണം നമ്മൾ ഇത് നമ്മുടെ സ്പേസിലോട്ട് അപ്ലൈ ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് ഡേ മസ്റ്റ് ആയിട്ടും ഒരു നല്ല സൺസ്ക്രീൻ തന്നെ, റാൻഡം സൺസ്ക്രീൻ തന്നെ, നല്ല ബെസ്റ്റ് സൺസ്ക്രീൻ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ സ്കിൻ സെൻസിറ്റീവ് ആയിട്ട് ടാൻ കൂട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. കുറേ കാര്യങ്ങൾ ട്രെറ്റിനോയിനും അല്ലെങ്കിൽ അഡാപ്റ്റീൻ വയ്ക്കുമ്പോൾ യൂസ് ചെയ്യണം. സത്യമാണ് ഇതെല്ലാം മോക്കുരു മാറാൻ ബെസ്റ്റ് ആണ്. പക്ഷെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഏജ് ഗ്രൂപ്പ് ഉണ്ട് ഇത് യൂസ് ചെയ്യാൻ. ടീനേജേഴ്സിന് അധികം പ്രിഫർ ചെയ്യത്തില്ല അഡാപ്റ്റീൻ പ്രിഫർ ചെയ്യും. ട്രെറ്റിനോയിൻ 20s എബോ ഒക്കെ ആയിട്ടായിരിക്കും നോർമലി, അല്ലെങ്കിൽ എക്സ്ട്രീംലി പിമ്പിൾസ് ഒക്കെ ഉള്ളപ്പോൾ മാത്രമേ ഡെർമറ്റോളജിസ്റ്റിൽ ട്രെറ്റിനോയിൻ ടീനേജേഴ്സിന് പ്രിഫർ ചെയ്യുള്ളൂ. നിങ്ങൾ ലാക്ടേറ്റിങ്ങോ അതല്ല പ്രഗ്നന്റോ അതല്ല ബേബീസിനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ, ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രെറ്റിനോയിൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അഡാപ്റ്റീൻ അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൾഡിഹൈഡിലോട്ടൊക്കെ വരും. ബേസിക്കലി ലെസ് ആയിട്ട് എഫക്റ്റീവ്, മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം, കാരണം കോൺസെൻട്രേഷൻ കുറവാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും മോക്കുരുവൊക്കെ കുറയ്ക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിനുള്ള സെൽഫ് പ്രൊഡക്ഷൻസ് കൂട്ടും, പുതിയ പുതിയ സ്കിൻ പെട്ടെന്ന് ലെയർ വരും. അത് കാരണം നമ്മുടെ മോക്കുരുവിന് ഒന്ന് തടയാനായിട്ട് പറ്റും. മാത്രമല്ല അത് കാരണം നമ്മുടെ സെബേഷ്യസ് പോസ് ക്ലോഗ് ആവത്തില്ല, അൺക്ലോഗ് ആയിട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ മോക്കുരുവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. ഇനി ഇതെങ്ങനെ ബെൻസോയിൽ പെറോക്സൈഡിന്റെ കൂടെ സാലിസിലിക് ആസിഡിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്ന നൈറ്റ് ഒരിക്കലും റെറ്റിനോൾ യൂസ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ഡെയിലി ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റെറ്റിനോളോ റെറ്റിനാൾഡിഹൈഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പകരം നിങ്ങൾ പിന്നെ ലൈക്ക് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്ത് നിർത്തിയിട്ട് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു കണ്ടിന്യൂസ് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസം യൂസ് ചെയ്യാം, ഒരു ദിവസം ഗ്യാപ്പ് എടുക്കുക, നെക്സ്റ്റ് ഡേ റെറ്റിനോൾ യൂസ് ചെയ്യുക, പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് എടുക്കുക, പിന്നെ കണ്ടിന്യൂസ് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുക. ഒരു ദിവസം ഗ്യാപ്പ് എടുക്കാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്കിൻ ഡ്രൈയിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഒരു 1 മന്ത് നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് പിന്നെ ആ ഗ്യാപ്പ് എടുക്കുന്ന ടൈം നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കണം. ആ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് സ്കിൻ കെയറിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഒരു 3 ഡേയ്സ് കറക്റ്റ് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യാം, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക, ആ ദിവസം റെറ്റിനോൾ യൂസ് ചെയ്യുക, പിന്നെ ബെൻസോയിൽ പെറോക്സൈഡ് ബാക്കി 3 ഡേയ്സ്, അങ്ങനെ 7 ഡേയ്സിൽ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ 5 ഡേയ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. വീക്ക്ലി 1 or 2 മാത്രം നമുക്ക് റെറ്റിനോൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് സൺസ്ക്രീൻ ആണ്.
അപ്പൊ മനസ്സിലായല്ലോ റെറ്റിനോളും ബെൻസോപെറോക്സിലും സാലിസിലിക് ആസിഡ് എങ്ങനെയാണ് മോക്കുരു മാറ്റുന്നതെന്ന്, എങ്ങനെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാന്നുള്ളത്. ഇതെല്ലാം പ്രഗ്നൻസി സേഫ് അല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ പ്രഗ്നൻസി സേഫിന് ഏതാണ്? പ്രഗ്നൻസിയുടെ സമയത്തോ ലാക്ടേറ്റിംഗിന്റെ സമയത്തോ വരുന്ന മോക്കുരു മാറ്റാൻ ഏറ്റവും നല്ലത് ഏതാണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഇൻ ജനറൽ ആയിട്ട് പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ പറയും നിങ്ങളുടെ OBGYN അടുത്ത് പോയിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം പറഞ്ഞിട്ട് മെഡിക്കേഷൻ എടുക്കാനേ ഞാൻ പറയും. അതല്ല എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ഇൻഗ്രീഡിയന്റ് ഏത് എന്ന് ചോദിച്ചാൽ അസലിക് ആസിഡ് ആണ്. അസലിക് ആസിഡ് എന്ന് വെച്ചാൽ ടൈറോസിനേസ് ഇൻഹിബിറ്റർ. അതായത് നമ്മുടെ മുഖത്തെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ, മുഖത്തിലെ ഫുൾ ബോഡിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. ടൈറോസിൻ എന്ന് പറയുന്ന എൻസൈം ആണ് നമുക്കുള്ള മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലാണ് മെലാനോസൈറ്റ്. ഈ മെലാനോസൈറ്റിൽ നിന്ന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ടൈറോസിനേസ് എന്നിട്ട് പറയണം മെലാനോസൈറ്റെ കുറിച്ച് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയണം. അപ്പൊ അതിന് ആ ടൈറോസിനെ അങ്ങ് എത്തിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ്. അതിനകത്ത് വരുന്ന ഒരാളാണ് അസലിക് ആസിഡ്. അസലിക് ആസിഡ് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഒരുപാട് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ ഒക്കെ എല്ലാം ഈ ടൈറോസിനേസ് ഇൻഹിബിറ്ററിന്റെ അണ്ടറിൽ വരുന്നതാണ്. എങ്ങനെയാണ് അസലിക് ആസിഡ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, അസലിക് ആസിഡ് ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ബാക്ടീരിയാസിനെ കൊല്ലാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അസലിക് ആസിഡ്. പ്രത്യേകിച്ചും 10% അസലിക് ആസിഡിന്റെ ഒക്കെ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അസലിക് ആസിഡ് പ്രഗ്നൻസിയുടെ സമയത്ത് ലാക്ടേഷന്റെ സമയത്തും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അസലിക് ആസിഡ് ഡയറക്ട്ലി യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുക ഫസ്റ്റ് ടൈം ആണെങ്കിൽ ബിഗിനേഴ്സ്. അത് ആൾട്ടർനേറ്റ് നൈറ്റ്ലി യൂസ് ചെയ്തിട്ട് ഗ്രാജുവലി ഇൻക്രീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പറഞ്ഞ പോലെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറയും, പിന്നെ നിങ്ങൾക്ക് മോക്കൂര് വരുന്നെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഡോക്ടറെ പോയി കണ്ടിട്ട് എടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് സേഫ് ആണ്. സ്റ്റിൽ നമ്മളെപ്പോഴും പ്രിക്കോഷൻ ആയിട്ട് പറയുമല്ലോ, നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രഗ്നൻസിയുടെ സമയത്ത് വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഫേസിൽ വരുന്ന ആ ഒരു പ്രഗ്നൻസി മാസ്ക് എന്ന് പറയുന്ന സാധനമൊക്കെ മാറ്റാനും അസലിക് ആസിഡ് നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ പോലെയുള്ള സാധനങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്ത് മാക്സിമം അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറയുന്നത് സാലിസിലിക് ആസിഡ് സിറംസ്, പിന്നെ കംപ്ലീറ്റ്ലി ബെൻസോപെറോക്സൈഡ്, റെറ്റിനോൾസ് കംപ്ലീറ്റ്ലി. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. സിറം, സാലിസിലിക് ആസിഡ് സിറം, ബെൻസോപെറോക്സൈഡ് കംപ്ലീറ്റ്ലി, റെറ്റിനോൾ കംപ്ലീറ്റ്ലി പ്രഗ്നൻസി ലാക്ടേഷന്റെ സമയത്തൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ നമ്മളിന്ന് സംസാരിച്ച് നമ്മുടെ മൊത്തം മോക്കുരു മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നും പ്രഗ്നൻസിയുടെ സമയത്ത് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇതുപോലത്തെ ഏതെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയറിലോ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാം, അല്ലെങ്കിൽ കമ്മിങ് വീക്സിലൊക്കെ ചെയ്യാം. അതിലേക്ക് Q&A സമയത്തൊക്കെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.